അന്തരിച്ച എൻസിപി സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉഴവൂർ കുറിച്ചിത്താനത്തെ വീട്ടുവളപ്പിലാണ് സംസ്ഥാന ബഹുമതികളോടെ ആയിരിക്കും ഇന്ന് സംസ്കാരം നടക്കുക. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംസ്കാരം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ രാവിലെ ആയിരുന്നു ഉഴവൂർ വിജയന്റെ അന്ത്യം. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ കുറിച്ചിത്താനത്തെ വസതിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ ആയിരുന്നു എൻസിപി സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുറിച്ചിത്താനത്തെ വസതിയിലാണ് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. അവിടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്ക് ഒപ്പം എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിരവധി പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. ജന്മനാടായ ഉഴവൂർ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഉള്ളത്. കുറിച്ചിത്താനത്തെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ കുറിച്ചിത്താനത്തെ വീട്ടിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉഴവൂർ വിജയന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സംസ്ഥാന ബഹുമതികളോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം. കുറിച്ചിത്താനത്തെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക.